ജനുവരിയിൽ ഫലം തരാൻ പുതിയൊരു ഇനം കൂടി മിൽക്ക് ഫ്രൂട്ട്. കേരളത്തിൽ അത്ര പരിചിതമില്ലാത്ത മിൽക്ക് ഫ്രൂട്ട് വളർത്തുന്ന ഒരു കർഷകനുണ്ട് തൊടുപുഴയിൽ. തൊടുപുഴ ഏഴനൂർ സ്വദേശി സാബു ജോൺ പൊട്ടരാനിക്കലാണ് മിൽക്ക് ഫ്രൂട്ട് വളർത്തുന്നത്. വിഷ്ണു മാക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെസ്റ്റ് ഇൻഡീസിലെ ഗ്രേറ്റർ ആൻഡിലസ് ദ്വീപിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പഴവർഗ്ഗ ഇനമാണ് മിൽക്ക് ഫ്രൂട്ട്. പഴങ്ങൾ മുറിക്കുമ്പോൾ മാംസള ഭാഗത്തു നിന്ന് പാൽ പോലെ നീര് പുറത്തു വരുന്നതിനാലാണ് ഇതിന് മിൽക്ക് ഫ്രൂട്ട് എന്ന പേര് ലഭിച്ചത്. അതുപോലെ തന്നെ മുറിക്കുമ്പോൾ ഉൾഭാഗം നക്ഷത്രാകൃതിയിൽ കാണപ്പെടുന്നതിനാൽ സ്റ്റാർ ആപ്പിൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് മിൽക്ക് ഫ്രൂട്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ സിയും രക്തചക്ര പ്രവാഹത്തെ സഹായിക്കുന്ന ഇരുമ്പിന്റെ അംശവും ഇതിൽ ഉയർന്ന അളവിൽ കാണപ്പെടുന്നു. മറ്റു പഴങ്ങളുടെ ലഭ്യതക്കുറവുള്ള ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പൊതുവെ കേരളത്തിൽ മിൽക്ക് ഫ്രൂട്ട് മരങ്ങളിൽ പഴങ്ങൾ വിളവെടുപ്പിന് പാകമാകുന്നുവെന്നത് ഇതിന് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുന്നു. പഴങ്ങൾ തണുപ്പിച്ചു കഴിക്കുന്നത് ഏറെ ആസ്വാദ്യകരമാണ്. പഴം തോല് പൊളിച്ച് ഉൾക്കാമ്പെടുത്തും തണുപ്പിച്ചും കഴിക്കുവാൻ നല്ലതാണ്. പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങളുമായി ചേർത്ത് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയാൽ സ്വാദിഷ്ടം. പഴത്തിന്റെ അകക്കാമ്പ് എപ്പോഴും ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്ത് കഴിക്കുകയാണ് അഭിലഷണീയം. ഇതിന്റെ ഫലങ്ങൾ ഉരുണ്ടതും ഒരു ക്രിക്കറ്റ് ബോളിനേക്കാൾ വലുപ്പമുള്ളതുമാണ്. സാധാരണയായി മിൽക്ക് ഫ്രൂട്ട് ഇനം ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് വിളവെടുപ്പിന് പാകമാകുന്നത്. പഴങ്ങൾ ഇളം വയലറ്റ് നിറത്തിൽ നിന്നും കടും പർപ്പിൾ നിറത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ വിളവെടുപ്പിന് തയ്യാറായി എന്ന് മനസ്സിലാക്കാം. ശരിയായ നിലയിലുള്ള വിളവെടുപ്പ് പഴങ്ങളുടെ ഗുണനിലവാരത്തെയും സൂക്ഷിപ്പ് കാലത്തെയും വർദ്ധിപ്പിക്കുമെന്ന് സാബു ജോൺ പൊട്ടനാനിക്കൽ പറയുന്നു. കായ പഴം ആകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വയലറ്റ് കളറ് ഉണ്ടാവും അതിൻ്റെ ചൂട്ടിൽ, ലിറ്ററലി ചേർന്നല്ല, മറുവശത്ത്. അപ്പോൾ അത് കാരണം വളരെ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പച്ചനെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം പഴുക്കില്ല. അതിനുള്ള കട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ പാൽ കളറിലെ ജ്യൂസ് അതൊരു മുളഞ്ഞ മാതിരി ചുണ്ടത്തേക്ക് കൂട്ടിപ്പിടിക്കും. പഴുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പഴുത്ത് വേണം പറിക്കാൻ. പിന്നെ ഇത് താഴെ ചാടിയാൽ അപ്പം തന്നെ പൊട്ടിച്ചെറിയ നെറ്റ് ഉള്ള തോട്ടി കൊണ്ടാണ് ഇത് ഓരോന്ന് പറിച്ചെടുക്കണം. ഇവിടെ എനിക്ക് 3 മരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു മരം മുറിച്ച് കളയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാടനായിരുന്നു. അപ്പോൾ ഒരു കായയുടെ എണ്ണം കുറവ്, പിന്നെ അതിനകത്ത് പഴുക്കുമ്പോഴത്തേക്കും പുഴുവിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഈ മരത്തിലേക്ക് കൂടെ വന്നെങ്കിലും ഓർത്തിട്ട് അത് വെട്ടിക്കളയും. നല്ല മധുരവും മൃദുവായ ഘടനയും ഉയർന്ന പോഷകമൂല്യവുമാണ് ഈ പ്രശസ്തിക്ക് കാരണം. തനതായ രുചിയും ഗുണനിലവാരവുമുള്ള ഈ ഇനം വിയറ്റ്നാമിലെ പഴകൃഷിയിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്നു. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥാ പ്രദേശങ്ങളിലാണ് മിൽക്ക് ഫ്രൂട്ട് നല്ല രീതിയിൽ വളരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് മികച്ച വിളവ് തരും. വിശാലമായ ഇലച്ചാർത്തും ഇലകളുടെ പ്രത്യേകമായ നിറവിന്യാസവും മിൽക്ക് ഫ്രൂട്ടിനെ ഒരു അലങ്കാര വൃക്ഷമായി മാറ്റുന്നു. ആകർഷകമായ നിറങ്ങളിൽ ഫലങ്ങൾ കാഴ്ച നിൽക്കുന്ന മിൽക്ക് ഫ്രൂട്ട് മരങ്ങൾ വീട്ടുമുറ്റങ്ങൾക്ക് കൂടുതൽ അലങ്കാരമാകും. അതുകൊണ്ട് ഫലവൃക്ഷമെന്ന നിലയിലും അലങ്കാര വൃക്ഷമെന്ന നിലയിലും മിൽക്ക് ഫ്രൂട്ടിനെ പ്രയോജനപ്പെടുത്താം. പ്രമേഹം, വാദം എന്നിവയുടെ ചികിത്സയിലും പാൽപ്പഴത്തിന് ഉപയോഗമുണ്ട്. പഴത്തിന്റെ നിരോക്സീകാരക സ്വഭാവവും ആരോഗ്യ പരിപാലനത്തിൽ വളരെ പ്രയോജനപ്പെടും. 7 വർഷം മുൻപാണ് സാബു മിൽക്ക് ഫ്രൂട്ട് വെച്ചുപിടിപ്പിച്ചത്. 3 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊന്ന് നാടനായിരുന്നു. അതിൽ പുഴുവിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ വെട്ടിക്കളയുകയാണ് ഉണ്ടായത്. നിലവിൽ 2 എണ്ണം ഇപ്പോൾ ഉണ്ട്. സാബുവിന്റെ പൂർവ്വ പിതാക്കന്മാർ മുതൽ കൃഷിക്കാരായിരുന്നു. പ്രവാസ ജീവിതത്തിന് ശേഷം 8 വർഷം മുൻപ് നാട്ടിലെത്തിയതിനു ശേഷമാണ് പൂർണ്ണസമയം കൃഷിയിലേക്ക് ഇറങ്ങിയത്. രാസവളം ഒഴിവാക്കി ജൈവവളം മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഫാഷൻ ഫ്രൂട്ട്, മാംഗോസ്റ്റിൻ തുടങ്ങി 50-ലധികം പഴവർഗ്ഗങ്ങളാണ് സാബുവിന്റെ കൃഷിത്തോട്ടത്തിലുള്ളത്. കൃഷിയിൽ പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ഉഷയും കൂടെയുണ്ട്. മക്കളായ പ്രീത, പ്രിൻസി, അനൂപ എന്നിവർ നിലവിൽ വിദേശത്താണെങ്കിലും നാട്ടിലെത്തുമ്പോൾ കൃഷിക്കായി കൂടെയുണ്ടാകുമെന്നും സാബു ജോൺ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.